ശിവ പെട്ടെന്നുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കിയതും അവൻ്റെ അടുത്തേക്ക് വരുന്ന ആളെ കണ്ട് ശിവൻ്റെ കണ്ണുകൾ വിടർന്നു. എടാ വിഷ്ണു, നീ? ശിവൻ സന്തോഷത്തോടെ അവനെ ചേർത്ത് പിടിച്ചതും അവനും തിരികെ ശിവനെ പുണർന്നു. നീ ഇന്ന് വന്ന് നാട്ടിൽ? അതെങ്ങനെയാ? കുറേ നാളായി, നിൻ്റെ ഒരു വിവരവുമില്ലല്ലോ. വിഷ്ണു പറഞ്ഞതും ശിവനൊന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ശിവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് വിഷ്ണു. രണ്ടുപേരും പഠിച്ചതൊക്കെ ഒരുമിച്ചാണ്. വിഷ്ണു ഇപ്പോൾ ദുബായിലാണ്. ഇടയ്ക്കിടെ രണ്ടാളും വിളിക്കുകയും പറയുകയും നാട്ടിൽ വരുമ്പോൾ ഒത്തുകൂടുകയുമൊക്കെ ചെയ്യും. കുറച്ച് നാളായി, അതായത് ഭദ്ര വന്നതിൽ പിന്നെ ശിവൻ ഒന്നിനും അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ശിവൻ്റെ ഈ കാര്യങ്ങളൊന്നും വിഷ്ണുവിന് അറിയുകയുമില്ല. അവനൊന്ന് അറിയില്ല, ആർക്കും തന്നെ അറിയില്ലെന്ന് പറയാം. എന്താടാ നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഉണ്ട്. നീ എന്താ നാട്ടിൽ വരുന്ന കാര്യം വിളിച്ചു പറയാഞ്ഞത്? നീ ആദ്യം നിൻ്റെ ഫോണൊന്ന് തുറന്നു നോക്ക്. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചതൊന്നും നീ കണ്ടേയില്ല. അതെങ്ങനെയാ? തിരക്കുള്ള ബിസിനസ്മാനല്ലേ. എടാ പുല്ലേ, ഇതൊന്നുമല്ല കാര്യം. നീ വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വിഷ്ണുവിന് മനസ്സിലായി അവൻ എന്തോ സീരിയസ് ആയി പറയാനുണ്ടെന്ന്. രണ്ടാളും അവൻ്റെ കാറിലാണ് പോയത്. ഒരുപാട് നാൾ കൂടി കണ്ടതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിനൊപ്പം ശിവൻ പറയാൻ പോകുന്നത് ഇങ്ങനെയൊരു കാര്യമാണെന്ന് വിഷ്ണുവും ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. മോളെന്തിയെ? കല്യാണി, അവളെ കണ്ടില്ലല്ലോ. ഞങ്ങൾ പോയിക്കഴിഞ്ഞ് താഴേക്കൊന്നും വന്നില്ലേ? ആര്? ഭദ്ര കൊച്ചോ? അത് കുറച്ച് മുന്നേ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. റൂമിലേക്ക് ഇപ്പോൾ കയറിപ്പോയി കാണും. ഞാൻ മുകളിൽ പോയി നോക്കി, അവിടെയൊന്നും പക്ഷേ കണ്ടില്ല. ചന്ദ്രിക വന്നു കയറിയതേ ഭദ്രയാണ് തിരക്കിയത്. പക്ഷേ അവളെ അവിടെ ഒന്നും കാണാതെ വന്നതും ആദ്യം കല്യാണിയോടാണ് ചോദിച്ചത്. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അത് പിന്നെ എവിടെ പോകാൻ? ചന്ദ്രികയ്ക്ക് കല്യാണി പറയുന്നത് കേട്ട് എന്തോ ചെറിയ ഭയം പോലെ തോന്നി. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് രാജിയുടെ മുഖം കടന്നു വന്നു. ഞാനൊന്ന് മുറ്റത്ത് നോക്കിയിട്ട് വരാം, നീ അകത്തൊക്കെ ഒന്ന് നോക്ക്. ശരി കൊച്ചമ്മേ. എന്നാലും ഈ കൊച്ചു ഇതെവിടെ പോയി? ഇനി ഞാൻ കഴിക്കാൻ വിളിച്ചതിന് ഇഷ്ടപ്പെടാതെ എങ്ങോട്ടെങ്കിലും പോയോ? അതാണോ ഇനി? കല്യാണിക്കുള്ളിൽ ചെറിയ പേടി കയറി തുടങ്ങി. ഏത് നേരത്താണോ അങ്ങനെയൊക്കെ? ദൈവമേ, ഇതിനി എവിടെ പോയോ? കല്യാണി എല്ലായിടത്തും നോക്കിയിട്ട് കാണാതെ ആദ്യ കയറി ചന്ദ്രികയുടെ അടുത്തേക്ക് പാഞ്ഞു. കൊച്ചമ്മേ, ആ കൊച്ച് ഇവിടെ ഒന്നുമില്ല. കല്യാണി പറഞ്ഞത് കേട്ട് ചന്ദ്രിക ഞെട്ടലോടെ അവരെ തള്ളി മാറ്റി അകത്തേക്ക് ഓടിയതും കല്യാണിയുടെ കണ്ണുകൾ മുറ്റത്തേക്ക് നീണ്ടു. ബോധം കിടക്കുന്ന ഭദ്രയെടുത്ത് കാറിലേക്ക് കയറുമ്പോൾ ചന്ദ്രികയുടെയും കല്യാണിയുടെയും കൈകൾ ഒരുപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഏട്ടാ, പെട്ടെന്ന് പോകാം. അയാളൊന്നും മിണ്ടാതെ പെട്ടെന്ന് വണ്ടി എടുത്തിരുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഭദ്രയെ കാണുന്തോറും ചന്ദ്രികയുടെ മനസ്സിൽ ശിവൻ്റെ മുഖമായിരുന്നു. കല്യാണിയാണ് മുറ്റത്തിൻ്റെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന ഭദ്രയെ ആദ്യം കണ്ടത്. പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത വിധമായിരുന്നു ഭദ്ര കിടന്നത്. അവളെ പെട്ടെന്നൊന്നും ആരും കാണരുതെന്ന് ആരോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കല്യാണി അവിടുത്തെ ചെല്ലുംതോറും ചോരയിൽ കുളിച്ചു കിടക്കുന്നവളെയാണ് കണ്ടത്. ഭദ്രയുടെ രൂപം കണ്ട് കല്യാണി ഭയന്ന് വിറച്ച് നിലവിളിച്ചു പോയിരുന്നു. ഭദ്രയെ കാണാനില്ലെന്ന് ശിവൻ്റെ അച്ഛനോട് പറയാൻ അകത്തേക്ക് ഓടിയ ചന്ദ്രികയും അവൻ്റെ അച്ഛനും കല്യാണിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി വന്നിരുന്നു. ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ അവരും ആകെ സ്തംഭിച്ചു പോയിരുന്നു. പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവളെയും എടുത്തവർ കാറിലേക്ക് കയറിയിരുന്നു. അതിവേഗം അവരും അവളെയും കൊണ്ട് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ഭദ്രയെ ആരായിരിക്കും ഇങ്ങനെ ചെയ്തെന്നുള്ള ചോദ്യം മൂവരിലും ഉയർന്നു. അവളുടെ ജീവനൊരാപത്തും വരുത്തല്ലേ ദേവി. ചന്ദ്രിക മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. ബോധമില്ലാതെ കിടക്കുന്നവളെ നോക്കും തോറും അവിടെ നെഞ്ചു പിടിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും കല്യാണിക്ക് ഭദ്രയെ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അവളുടെ ശരീരത്തിലെ രക്തം തൻ്റെ കയ്യിലെല്ലാമുണ്ട്. എല്ലാം കണ്ടും കേട്ടും അവർക്ക് വല്ലാത്ത വിഷമം തോന്നി. അവളോട് വഴക്കുണ്ടാക്കാൻ ഓരോന്ന് പറയുമെങ്കിലും ഉള്ളിൽ ശത്രുതയൊന്നുമില്ലായിരുന്നു. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമെന്നുള്ള പേടിയോടെയാണ് കല്യാണി അവർക്കൊപ്പം പോയത്. ഇനി എങ്ങോട്ടാ? വീട്ടിലേക്കാണോ? 2 മാസത്തെ ലീവുണ്ട്, അത് കഴിയുമ്പോൾ പോകണം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വിഷ്ണു, എൻ്റെ കമ്പനിയിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ജോലിക്ക് കയറാൻ. എന്തിനാ വേറൊരു നാട്ടിൽ? അതേപ്പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട് ശിവ. ഈ തവണ കല്യാണം നോക്കാൻ അമ്മ പറയുന്നത്. ശരിയായാൽ പോകുന്നില്ലിനി. അങ്ങനെ നല്ല കാര്യം എന്തെങ്കിലും പറഞ്ഞേ. എടാ, നീ മിണ്ടരുത്. ആരും അറിയാതെ കല്യാണം കഴിച്ചിട്ട് പോടാ പോ. ഇനി നിന്നോട് സംസാരിച്ചാൽ ശരിയാവില്ല. ശിവൻ മുഖത്ത് വന്ന് ചിരി മറച്ചുകൊണ്ട് വേഗത്തിൽ കാറിലേക്ക് കയറി. അവൻ്റെ ചിരിയും പോക്കും കണ്ട് വിഷ്ണു ചിരിച്ചു പോയി. എന്നാലും നീ ആള് കൊള്ളാം. ആരും അറിയാതെ ഇത്രയൊക്കെ ചെയ്തു വെച്ചില്ലേ. ഇതൊക്കെ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ പോലും അവരാരും വിശ്വസിക്കില്ല. പ്രത്യേകിച്ച് നീ ആയതുകൊണ്ട് ശിവ. ആ പെണ്ണ് ഭദ്ര, അവൾ കൊള്ളാം. ശിവനെ ഒടിച്ചു മടുക്കി കയ്യിലെടുത്തല്ലോ. കൊള്ളാം. അടുത്ത ദിവസം തന്നെ രണ്ടുപേരെയും ഒരുമിച്ചൊന്ന് കാണണം.
ആദ്യം വീട്ടിലേക്ക് ചെല്ലട്ടെ. ശിവൻ പറഞ്ഞതുപോലെ എത്ര നാളെന്ന് വെച്ചാൽ വേറൊരു നാട്ടിൽ. അമ്മ പറയാൻ തുടങ്ങി. കുറേയായി. വീട്ടിൽ വിഷ്ണുവും അവൻ്റെ അമ്മയും മാത്രമാണുള്ളത്. അച്ഛൻ മരിച്ചിട്ട് കുറേ വർഷങ്ങളായി. സാമ്പത്തികമായി അത്ര മോശം കുടുംബമൊന്നുമല്ലെങ്കിലും കുറച്ച് സേവിങ്സ് ആകട്ടെ എന്ന് കരുതിയാണ് അവൻ ദുബായിലേക്ക് പോയത്. പോയപ്പോൾ മുതൽ ശിവൻ പറയുന്നതാണ് അവനോട് തൻ്റെ കമ്പനിയിൽ എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ. MBA കഴിഞ്ഞതാണ് വിഷ്ണു. കല്യാണം കഴിഞ്ഞിട്ട് ഇനി തിരികെ പോകില്ലെന്ന് വെച്ച് ഇതുവരെ അവൻ പോയത്. ഇനിയിപ്പം ഈ തവണ എന്തായാലും അമ്മയുടെ കൂടെ കുറേ പെണ്ണ് കാണാൻ പോകണം. ഇല്ലെങ്കിൽ പുള്ളിക്കാരി പിണങ്ങും. എന്തെങ്കിലും ഒന്ന് സെറ്റായാൽ ഇനി തിരികെ പോകുന്നില്ല. അല്ലേലും മടുത്തു. ഈ കുറഞ്ഞ കാലം കൊണ്ട് നല്ലൊരു തുക കയ്യിലുമുണ്ട്. ഇനി നാട്ടിൽ അമ്മയ്ക്കൊപ്പം നിൽക്കണം. മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി അവൻ തൻ്റെ വണ്ടിയിലേക്ക് കയറി. പുത്തൻ പ്രതീക്ഷകളുടെ ഒരു യാത്രയ്ക്ക് അവിടെ നിന്ന് അങ്ങോട്ട് അവൻ്റെ ജീവിതം ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ പോലും പ്രതീക്ഷിക്കാതെ കുറച്ചധികം സന്തോഷങ്ങളും അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. ശിവൻ നേരെ വീട്ടിലേക്കാണ് പോയത്. ഇടയ്ക്ക് വെച്ച് ഭദ്രയ്ക്ക് എന്തൊക്കെയോ വാങ്ങിച്ച് കാറിലേക്ക് വെച്ചവൻ ഫോൺ സൈലൻ്റ് ആണോ? ഇത്രയും നേരമായിട്ടും ഒരു കോൾ പോലും വരുന്നത് കേൾക്കാത്തതുകൊണ്ട് അവൻ സംശയത്തോടെ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്തു നോക്കി. അച്ഛൻ്റെ കുറേ കോളുകൾ വന്നു കിടപ്പുണ്ട്. ഇത്രയും നേരം ഫോൺ സൈലൻ്റ് ആണെന്നുള്ള കാര്യം അപ്പോഴാണ് അവൻ അറിയുന്നത്. വിഷ്ണുവിനോട് സംസാരിക്കാൻ കയറിയപ്പോൾ ഓഫാക്കി വെച്ചതാണ്. എന്തോ കുഴപ്പമുണ്ടെന്ന് അപ്പോൾ തന്നെ അവന് മനസ്സിലായി. മറുവശത്ത് നിന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് അവനൊരു നിമിഷം അങ്ങനെ നിന്നുപോയി. കയ്യിലിരുന്ന ഫോണിൻ്റെ അവൻ്റെ വിരലുകൾ അമർന്നുപോയി. കേട്ട വാർത്തയിൽ കടുത്ത മാനസിക സംഘർഷത്തിൽ അവൻ്റെ ഉള്ളു പുകഞ്ഞു. ശിവൻ മെല്ലെ അവൻ്റെ നെഞ്ചിൽ തിരുമ്മി. ഭദ്ര, അവളെ. എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ ശിവൻ കാറിലേക്ക് പാഞ്ഞു കയറി. അതിവേഗത്തിൽ കാർ സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. എത്രയും വേഗം അവളെ കണ്ടില്ലെങ്കിൽ താൻ മരിച്ചു പോകുമെന്ന അവസ്ഥയായിരുന്നു അവന്. അതേസമയം അവളുടെ അവസ്ഥയ്ക്ക് കാരണമായത് ആരായാലും അവരെ താൻ വെറുതെ വിടില്ലെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. മിന്നൽ വേഗത്തിൽ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പോലും ഓർക്കാതെ അവൻ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ഡോക്ടർ ഭദ്രയ്ക്കിപ്പോൾ ചോദിക്കുമ്പോൾ ചന്ദ്രികയുടെ നെഞ്ച് ശക്തമായി മിടിക്കുന്നുണ്ട്. ഭദ്രയെ അകത്തേക്ക് കയറ്റിയിട്ടിപ്പോൾ കുറേ നേരമായി. എന്താ ഏതാ എന്നൊന്നും അറിയാതെ പുറത്ത് കാത്തു നിൽക്കുമായിരുന്നു മൂവരും. ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിലും ശിവൻ്റെ അച്ഛൻ്റെ ഒടുവിൽ എന്താണെന്ന് മറ്റാർക്കും മനസ്സിലായതുമില്ല. ഈ അവസരത്തിൽ അതൊന്നും ചോദിക്കാനുള്ള നേരമല്ലല്ലോ. ചന്ദ്രികയ്ക്ക് എങ്ങനെയൊക്കെയോ ഒരല്പം ധൈര്യം മാത്രം ബാക്കിയുണ്ട്. വയറിൽ ആഴത്തിലുള്ള മുറിവാണ്. എത്രയും വേഗം ഒരു ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷനോ? അതെ. ചന്ദ്രിക ഞെട്ടലോട് ചോദിച്ചതും കേട്ടു നിന്നവരൊക്കെ ഞെട്ടിയിരുന്നു. എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന് അറിയാമെങ്കിലും ഓപ്പറേഷൻ എന്നൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയിരുന്നു. അടുത്ത് നിൽക്കുന്ന ശിവൻ്റെ അച്ഛനും ഏതാണ്ട് അതേ അവസ്ഥ തന്നെയായിരുന്നു. അവളെ കൊണ്ടുവന്നപ്പോൾ അവളുടെ അവസ്ഥ എന്തായെന്ന് അയാൾക്കറിയാം. കണ്ടതാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന രൂപം. ഞാൻ പറഞ്ഞല്ലോ, കത്തി കൊണ്ടുള്ള മുറിവ് കുറച്ച് ആഴത്തിലുള്ളതാണ്. അകത്തുള്ള ഓർഗൻസിനെ ഒന്നും കാര്യമായി പരിക്കേൽപ്പിച്ചില്ലെങ്കിലും മുറിവ് വലുതാണ്. ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി തന്നെ കരുതിക്കുട്ടി കുത്തിയതാണ്. ഒരു പക്ഷേ എന്തെങ്കിലും പ്രതികൂല സാഹചര്യം കൊണ്ട് പെട്ടെന്ന് എവിടെയും ഉപേക്ഷിച്ചതാകാം. അല്ലെങ്കിൽ ഒന്നുകൂടി കുത്തി ആ കുട്ടിയെ കൊന്നേനെ. എല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുവാണ് ചന്ദ്രികയൊക്കെ. ഒരു നിമിഷം വൈകിയിരുന്നേൽ അവളുടെ അത് ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് തലയൊക്കെ കറങ്ങിപ്പോകുന്നത് പോലെ തോന്നി. പെട്ടെന്നാണ് എല്ലാം കേട്ടുവെന്ന് ശിവനെ അവർ കണ്ടത്. പേടിയോടെ അവരവനെ നോക്കി. അവൻ്റെ കണ്ണുകളിലെ ഭാവം എന്താണെന്നറിയില്ല. ഇത് ചെയ്തത് ആരാണെങ്കിലും അവരോട് ഒരിക്കലും അവൻ ക്ഷമിക്കില്ല. ആ കുട്ടി നിങ്ങളുടെ മരുമകളല്ലേ? അപ്പോൾ ശിവൻ എവിടെ? ചോദിച്ചു തീരും മുന്നേ കാറ്റുപോലെയൊരു രൂപം അവർക്കടുത്തേക്ക് പാഞ്ഞു വന്നു. എനിക്ക് വേണം അവളെ, ജീവനോടെ തന്നെ. അതിനെന്തു ചെയ്യാനും ഞാൻ ഒരുക്കമാണ്. അവൾക്കൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. എനിക്ക് വേണം. അവൻ്റെ കണ്ണുകളിൽ അഗ്നിയുമായി മുഖമൊക്കെ മലിഞ്ഞു മുറുക്കിയുള്ള അവൻ്റെ രൂപം തന്നെ ഡോക്ടറിന് പോലും കണ്ടിട്ട് പേടി തോന്നി. ശിവൻ ആരാണെന്നും എന്താണെന്നും അറിയാവുന്നതുകൊണ്ട് മറുത്തൊരു അക്ഷരം പോലും മിണ്ടാതെ ഡോക്ടർ അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ ഒരു നേഴ്സ് എത്തിയിരുന്നു സമ്മതപത്രം ഒപ്പിടിക്കാനായി. അതിലെഴുതിയിരിക്കുന്നതൊന്നും തന്നെ അവൻ വായിച്ചു നോക്കിയില്ല. അതിനുള്ള മാനസികാവസ്ഥയായിരുന്നില്ല അവന്. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അത് മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. ഇത്രയും തകർന്ന് ശിവനെ ആദ്യമായി കാണുകയായിരുന്നു അവൻ്റെ അച്ഛനും അമ്മയും. ഇന്നുവരെ അവനെ അവർ ഇങ്ങനെ കണ്ടിട്ടില്ല. അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവർക്ക് ആ അവസ്ഥയിലും ഞെട്ടലുണ്ടായി. ശിവൻ ഉള്ളിൽ കരയുകയാണെന്നും അവൻ എത്രമാത്രം ഭദ്രയെ സ്നേഹിക്കുന്നുണ്ടെന്നും അവന് ഈ നിമിഷം കാണുമ്പോൾ മനസ്സിലാവും. ഒപ്പിട്ട് കൊടുത്തിട്ട് അവൻ ആദ്യം നോക്കിയത് അച്ഛനെയാണ്. രാജിക്കിതയിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ കുടുംബമടക്കം കത്തിക്കും ഞാൻ. ശിവൻ്റെ വാക്കുകളിൽ നിന്ന് ഉയർന്ന അഗ്നിയിൽ സ്വയം വെന്തുരുകി പോകും പോലെ തോന്നിയവർക്ക്, അകത്ത് കിടക്കുന്നവൾ അവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ഇനിയൊന്നും വേണ്ടെന്ന് തോന്നിയവർക്ക്
അവൻ പറയുന്നത് കേട്ടയാൾ ചന്ദ്രികയെ നോക്കി. വിളിച്ചു പറഞ്ഞേക്ക് ശിവൻ വരുമെന്ന്. നോവിച്ചത് എൻ്റെ പ്രാണനെയാണ്. അത് ക്ഷമിക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. ക്ഷമിക്കില്ല ഞാൻ. അത്രയും പറഞ്ഞവൻ ഒരിടത്തേക്ക് മാറി നിന്നു. അത്രയും തകർന്ന അവസ്ഥയിലായിരുന്നവൻ.